Beloved brothers and sisters in Christ, greetings in the blessed name of our Lord and Savior Jesus Christ. പ്രിയ സഹോദരീ സഹോദരന്മാർക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. I am so delighted this evening to be with all of you on this platform to address you in the name of our beloved Savior. നമ്മുടെ രക്ഷിതാവിന്റെ നാമത്തിൽ ഈ നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാന് സഹോദരി സഹോദരന്മാരുടെ മധ്യ ആയിരിക്കാനും ഈ മാധ്യമത്തിൽ കൂടി ഈ നിലയിലായിരിക്കാനും ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. In these days we have been spending much of our time with the Lord in prayer and also searching the scriptures daily. നാം ഈ നാളുകളില് ദൈവസന്നിധിയിൽ കൂടുതൽ സമയം പ്രാർത്ഥനയിലും അതുപോലെ തന്നെ തിരുവചനം പരിശോധിച്ചും കൊണ്ടായിരുന്നുവല്ലോ. The theme that I have selected is based on Matthew's Gospel, chapter 12, where our Lord said in verse 25, "Any kingdom divided against itself is laid waste, and any city or house divided against itself shall not stand." ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്നുള്ളത് നമ്മുടെ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വിഷയമാണ്. ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. This is a universal fact our Lord has said. ഇത് നമ്മുടെ കർത്താവ് സംസാരിച്ച ഒരു സാർവത്രികമായ ഒരു യാഥാർത്ഥ്യമായിട്ടിരിക്കുന്നു. Unlike other occasions, today during these 3 days I would like to take you to the Old Testament and see how this fact was proven. ഈ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പഴയ നിയമത്തിൽ കൂടി കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഒരു യാഥാർത്ഥ്യം ഏത് നിലയിലാണ് തെളിവാക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. We must always remember the strength of a nation is the strength of her people. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു രാജ്യത്തിന്റെ ശക്തി എന്നുള്ളത് ആ രാജ്യത്തെ ജനങ്ങളുടെ ശക്തിയായിട്ടിരിക്കുന്നു. The strength of a family is the strength of its members. ഒരു കുടുംബത്തിന്റെ ശക്തി എന്നുള്ളത് ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ശക്തിയാണ്. Whether it's a nation or a society or assembly or family that is divided against itself cannot have its existence. ഒരു രാജ്യമാകട്ടെ, ഒരു സമൂഹമാകട്ടെ, ഒരു കുടുംബമാകട്ടെ, ഒരു സഭയാകട്ടെ, തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയ ആ ഒരു അവസ്ഥയിൽ അവർക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. We must always remember that our God is in control of every situation. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, എല്ലാ സാഹചര്യങ്ങളുടെ മേലും നമ്മുടെ ദൈവത്തിന് പൂർണ്ണമായ നിയന്ത്രണമുണ്ട്. A nation is established by our Lord. ഒരു രാജ്യം അത് സ്ഥാപിക്കുന്നത് നമ്മുടെ ദൈവമാണ്. Kings and rulers are appointed by God. രാജാക്കന്മാരെയും ഭരണാധികാരികളെയും നിയമിക്കുന്നതും നമ്മുടെ കർത്താവാണ്. A society also is established by God, and God has control over our society. ഒരു സമൂഹവും സ്ഥാപിക്കുന്നത് നമ്മുടെ കർത്താവാണ്. അത് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ മേലുള്ള നിയന്ത്രണവും നമ്മുടെ കർത്താവിന് തന്നെയാണ്. No doubt, assembly is the property of God, and He is the owner, and He has absolute authority over the assemblies. സംശയമന്യേ നമുക്ക് പറയുവാൻ സാധിക്കും, സഭയും കർത്താവിന്റെ സ്വന്തം വകയാണ്. ആ സഭയുടെ മേലുള്ള പൂർണ്ണമായ അധികാരവും കർത്താവിന് തന്നെയാണ്. Again, family is the first institution the Lord had ever made in the world. ഈ ലോകത്തിൽ ദൈവം ആദ്യമായിട്ട് സ്ഥാപിച്ച സ്ഥാപനം എന്നുള്ളത് കുടുംബമാണ്. So these are very important. If they divide against themselves, they cannot exist at all. ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെയും തങ്ങളിൽ തന്നെ അത് ഛിദ്രിച്ചാൽ അതിന് ഒരിക്കലും നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. Our focus during these 3 days will be on the nation of Israel, how it was divided and dispersed and they returned. നമ്മുടെ ഈ 3 ദിവസത്തെ നമ്മുടെ ചിന്ത ആധാരമായിരിക്കുന്നത്
ഒരു രാഷ്ട്രമായിരുന്ന ഇസ്രായേൽ ഏത് നിലയിലാണ് അവർ വിഭജിക്കപ്പെട്ടതെന്നും അവർ ഏത് നിലയിലാണ് ഒരു തകർച്ചയുടെ വക്കിലേക്ക് പോയതെന്നും ഏത് നിലയിലാണ് അവർ പിന്നെയും ഒരു മടങ്ങിവരവിന്റെ അനുഭവത്തിലായിരിക്കും എന്നുള്ളതുമായിരിക്കും. So today, trusting on the Lord, we are going to focus on the division of the nation Israel. നാം ഇന്ന് രാത്രികാലം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ആ വിഭജനത്തെ പറ്റി ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. And probably some of the things that we discuss are quite common and we are familiar with. നാം ഇന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന ഭാഗങ്ങളൊക്കെയും നമുക്ക് സുപരിചിതവും നാം എല്ലായ്പ്പോഴും അറിയുന്നതുമായ ഭാഗങ്ങളായിരിക്കും. At the same time, I would like all of us to focus on these historic events and ponder over what God has to speak to us from these events. അതേ സമയം തന്നെ നാം ഓരോരുത്തരും നാം ഈ കാണുന്ന ചരിത്ര സംഭവങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് അതിൽ കൂടി ദൈവത്തിന് എന്താണ് നമ്മോട് പറയുവാനുള്ളതെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. These days, some Bible students have come up and said the Old Testament is not as important as the New Testament. ഈ നാളുകളിൽ ചില വേദപഠിതാക്കൾ ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് വന്നിരിക്കുന്നുണ്ട്, പഴയ നിയമം പുതിയ നിയമത്തിന്റെ അത്രയും പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നുള്ളത്. And we must always remember that both Old and New Testament are the God's word. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട യാഥാർത്ഥ്യം എന്നുള്ളത് പഴയ നിയമവും പുതിയ നിയമവും ദൈവത്തിന്റെ വചനം തന്നെയാണ്. Our Lord Jesus Christ, the apostles and the early church elaborately used the Old Testament. നമ്മുടെ കർത്താവും അതുപോലെ അപ്പോസ്തലന്മാരും ആദിമ സഭയും പഴയ നിയമങ്ങൾ വളരെ വിശദമായിട്ട് ഉപയോഗിക്കുകയും അതിനെ അവർ വായിക്കുകയും ചെയ്തിരുന്നു. Of course, we got the New Testament only after the resurrection of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് നമുക്ക് പുതിയ നിയമം ലഭിച്ചത്. And before that, only the Old Testament was in existence. എന്നാൽ അതിനു മുൻപേ തന്നെ പഴയ നിയമം നിലവിലുണ്ടായിരുന്നു. And our Lord Jesus Christ had quoted from the Old Testament several times. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനേക തവണ പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. And the apostles also they expounded the Old Testament and they told and they expounded people expounded to the people, saying that the Old Testament speaks about our Lord Jesus Christ. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ പുതിയ നിയമ കാലഘട്ടത്തിൽ അവർ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി ഈ പഴയ നിയമങ്ങളൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്നതാണ് എന്നുള്ളത്. Therefore, the using of the Old Testament is very important. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ ഉപയോഗം എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. Of course, 2 Timothy chapter 3 verses 16 and 17 are very familiar. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വളരെയധികം നമുക്ക് അറിവുള്ളതാണ്. Where we read that all scripture is breathed out by God. അവിടെ നാം വായിക്കുന്നു എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. And the breath of God is there in every verb and every word of the scriptures. അത് മുഖാന്തരം ഈ തിരുവചനത്തിലെ ഓരോ വാക്കിന്റെ മേലും ദൈവത്തിന്റെ ശ്വാസം ഉൾക്കൊണ്ടിട്ടുണ്ട്. So when we read God's word, it's God who speaks to us. അതുകൊണ്ട് നാം ദൈവവചനം വായിക്കുമ്പോൾ ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. Here all scripture means both Old Testament and whatever had been written by then. അതുകൊണ്ട് ഇവിടെ എല്ലാ തിരുവെഴുത്തും എന്ന് ഉള്ളത് അർത്ഥമാക്കുന്നത് പഴയ നിയമവും ഇത് എഴുതുന്ന കാലഘട്ടം വരെ എഴുതപ്പെട്ട എല്ലാ തിരുവചന ഭാഗങ്ങളും. Of course, the remaining ones also are part of the scripture. We are going to see it shortly hereafter. എന്നാൽ അതിനുശേഷം വന്ന വചനത്തിലെ ഭാഗങ്ങളും തീർച്ചയായിട്ടും തിരുവചനത്തിന്റെ ഭാഗം തന്നെയാണ്. അത് നാം മുൻപോട്ട് പോകുമ്പോൾ കാണുവാൻ പോകുകയാണ്. Why did God give us the scripture? എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് തിരുവെഴുത്ത് നൽകി തന്നത്? Here we read very clearly that it is profitable for
teaching, for reproof, for correction, and for training in righteousness, that the man of God may be complete, equipped for every good work. ഇവിടെ വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നാം ഇങ്ങനെ കാണുന്നു, മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. In 1 Peter chapter 1 verses 20 and 2 Peter chapter 1 verses 20 and 21, we read how we got the scriptures in our hands. നാം 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഈ തിരുവചനം നമ്മുടെ കയ്യിൽ ലഭിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Please notice verse 21 where we read, for no prophecy was ever produced by the will of man, but men spoke from God as they were carried along by the Holy Spirit. അവിടെ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. So I like that English translation I have taken from ESV, which says, the men of God, they spoke from God as they were carried along by the Holy Spirit. അതിലെ ESV ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഭാഷാ പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മനുഷ്യർ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ആ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിങ്കൽ നിന്നുള്ള വാക്കുകൾ അവർ കേട്ട് അത് നമുക്ക് നൽകി തന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. So the scripture is absolutely divine and human. അത് മുഖാന്തരം തിരുവെഴുത്ത് പൂർണ്ണമായ നിലയിൽ അത് ദൈവികവും അതേസമയം മാനുഷികമായ കരങ്ങളും അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. So we read about the incarnate word, that is our Lord Jesus Christ, who is absolutely divine and absolutely human. So also the inscripturated word, that infallible written word of God. നാം കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ വചനം ജഡമായി തീർന്ന ആ കർത്താവ് പൂർണ്ണമായ നിലയിൽ അവൻ ദൈവവുമായിരുന്നു, അതേസമയം പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അതേ നിലയിൽ തന്നെയാണ് നമുക്ക് എഴുതപ്പെട്ട് ലഭിച്ചു കിട്ടിയ ദൈവത്തിന്റെ വചനവും പൂർണ്ണമായും ദൈവികവുമാണ്. എന്നാൽ അതേസമയം തന്നെ അത് മാനുഷികമായ ആ നിയോഗത്താൽ മാനുഷികമായ കരങ്ങളാൽ എഴുതപ്പെട്ടതുമാണ്. It was true that the men of God, they were carried away by the Holy Spirit, so that while they were writing in their own style and with their own vocabulary, they could make no mistake. As a result, they could produce God's word in our language. പരിശുദ്ധാത്മ നിയോഗത്താൽ ഈ ദൈവത്തിന്റെ മനുഷ്യർ ഈ ദൈവത്തിന്റെ വചനം അവർ എഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആയതുകൊണ്ട് പൂർണ്ണമായ നിലയിൽ ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് എഴുതി വെക്കുവാൻ ഇടയായത്. അത് മുഖാന്തരം യാതൊരു വിധമായ തെറ്റുകളും അതിൽ കടന്നുകൂടുവാൻ ഇടയായില്ല. Now notice 2 Peter chapter 3 verses 15 and 16. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കുക. And about Apostle Paul's writing, now Peter had commented that he also was writing the scriptures that refers to God's word. അവിടെ നമുക്ക് അപ്പോസ്തലനായ പത്രോസ് പൗലോസിനെ കുറിച്ച് പറയുന്നത്, പൗലോസും കർത്താവിന്റെ അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ എഴുതുന്നു എന്ന് പത്രോസ് അവിടെ രേഖപ്പെടുത്തുകയാണ്. There we read in verse 16, there are some things in them that are hard to understand, which the ignorant and unstable twist their own destruction as they do the other scriptures. നാം 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്, അറിവില്ലാത്തവരും അസ്ഥിരമായവരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. So Peter was saying that Paul's writing was in par with the Old Testament scriptures. അത് മുഖാന്തരം പത്രോസ് പറയുകയാണ്, പൗലോസിന്റെ എഴുത്തുകൾ പഴയ നിയമ തിരുവെഴുത്തുകൾക്ക് തത്തുല്യമാണ്. So both Old and New Testament are equally God's word. അത് മുഖാന്തരം പുതിയ നിയമവും പഴയ നിയമവും ദൈവത്തിന്റെ വചനം തന്നെയാണ്.
Now, at least some people may ask this question, why we, the New Testament believers, should read the Old Testament? ചിലരെങ്കിലും ഇങ്ങനെ ചോദിച്ചേക്കാം, പുതിയ നിയമ വിശ്വാസികളെ നാം എന്തിന് പഴയ നിയമം വായിക്കണം? There are many scripture portions, but I have only written a couple of them that speaks about the importance of the Old Testament writings. പഴയ നിയമ എഴുത്തുകളുടെ പ്രാധാന്യം അർഹിക്കുന്ന പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കുന്ന അനേക തിരുവചന ഭാഗങ്ങളുണ്ട്. എങ്കിലും ഞാൻ ചിലത് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. In Romans chapter 15 verse 4 we read, for whatever was written in former days was written for our instruction, that through endurance and through the encouragement of the scriptures we might have hope. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. Definitely, Apostle Paul, when he was writing to Romans, he was referring to both the Old Testament, the entire writings, and the New Testament writings which were available till then. പൗലോസ് റോമയിലെ വിശ്വാസികൾക്ക് ഇത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും തന്റെ മനസ്സിലുണ്ടായിരുന്നത് പഴയ നിയമ തിരുവെഴുത്തുകൾ ആകമാനവും താൻ ഇത് എഴുതുന്നത് വരെ ലഭിക്കപ്പെട്ടിരുന്ന പുതിയ നിയമ ഭാഗങ്ങളെ കുറിച്ചുമാണ് താൻ അവിടെ സൂചിപ്പിക്കുന്നത്. In 1 Corinthians chapter 10 verse 11, he definitely refers to the Old Testament events that had occurred. എന്നാൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തീർച്ചയായിട്ടും പഴയ നിയമ കാലഘട്ടത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. If you will read from verse 1 onward, you will see about the wilderness journey and the rebelliousness of the people of Israel and how God had dealt with them. Then toward verse 11, we read that now these things happened to them as an example, but they were written down for our instruction, on whom the end of ages have come. 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഇസ്രായേൽ മക്കൾ അവരുടെ മരുഭൂമി യാത്രയിൽ ഏത് നിലയിലായിരുന്നുവെന്നും അവർ ഏത് നിലയിൽ ദൈവത്തോട് മത്സരിച്ചെന്നും തൽഫലമായി ദൈവം അവരോട് എങ്ങനെ ഇടപെട്ടെന്നും താൻ വിശദീകരിച്ചതിന് ശേഷം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയുമിരിക്കുന്നു. So the Old Testament was written for our instruction, so that we may be watchful, so that we will not do the same mistake as they have done. അത് മുഖാന്തരം പഴയ നിയമ തിരുവെഴുത്തുകൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുകയാണ്. അത് മുഖാന്തരം നാം അവർ ചെയ്ത അതേ ആ തെറ്റുകൾ ആവർത്തിക്കാതെ നമ്മെ തന്നെ കാത്ത് സൂക്ഷിക്കേണ്ടതിന് വേണ്ടി. Beloved brothers and sisters, we must be doubly sure that both Old and New Testament are equally God's word. പ്രിയ സഹോദരി സഹോദരന്മാരെ, പുതിയ നിയമവും പഴയ നിയമവും ഒരേപോലെ ദൈവത്തിന്റെ വചനം തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം നാം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. So if that's the case, we must be willing to read and meditate upon every portion of the Old Testament even. അത് ആണ് യാഥാർത്ഥ്യമെങ്കിൽ നാം തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ എല്ലാ ഭാഗങ്ങളും തന്നെ വായിക്കുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. So as an introduction, I was just mentioning about the importance of the Old Testament events. ആമുഖമെന്നോണം ഞാൻ പഴയ നിയമ സംഭവങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് മാത്രം ഒന്ന് വിവരിക്കുകയായിരുന്നു. Now talking about the rule of God in this world, we must always remember that God is on the throne and he reigns. ദൈവത്തിന്റെ ഈ ലോകത്തിന്റെ മേലുള്ള ഭരണത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത് ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അവൻ വാണുകൊണ്ടേയിരിക്കുകയാണ്. We must always remember neither anarchy nor monarchy nor democracy was planned by God for his people. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരിക്കലും ഒരു ഭരണമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ
ഒരു ഏകാധിപതിയുടെ കീഴിലുള്ള ഒരു ഭരണമോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയോ ദൈവം തന്റെ ജനത്തിനു വേണ്ടി പദ്ധതിയിട്ടിരുന്നതല്ല. So in the book of Judges, time and again we come across this statement. In those days there was no king in Israel. Each one walked according to his own will. നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അനേക ഇടത്തിൽ ഈ നിലയിൽ കാണുവാൻ സാധിക്കും. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ താൻ ബോധിച്ചതുപോലെ നടന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. And so that was a kind of anarchy that they were practicing. ആ കാലത്ത് ആ നിലയിലുള്ള ഒരു അരക്ഷിതാവസ്ഥയായിരുന്നു ആ കാലത്ത് ജനങ്ങളുടെ മധ്യേ ഉണ്ടായിരുന്നത്. So God did not want to have a monarch in the world who would reign the whole world by himself. ദൈവം ഒരിക്കലും ഈ ലോകത്തെ മുഴുവനും ഒന്നിച്ച് തന്നെത്താൻ ഭരിക്കുന്ന ഒരു ഏകാധിപതിയെ ദൈവത്തിന് ഒരിക്കലും ആവശ്യമില്ലായിരുന്നു. Even the democracy also was not in the will of God for his people. തന്റെ ജനത്തിനു വേണ്ടി ജനാധിപത്യ വ്യവസ്ഥ എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നില്ല. But we must always remember that God's purpose for Israel and for his people was a theocratic kingdom. ദൈവജനത്തിന് തന്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് ദൈവികമായ ഒരു ഭരണവ്യവസ്ഥയായിരുന്നു. Whether it's a nation of Israel or a Christian home or a Jewish home or a society of God's people, that should be ruled by God the Almighty. അത് ഒരുപക്ഷെ ഒരു ഇസ്രായേൽ രാഷ്ട്രമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ഭവനമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ദൈവത്തിന്റെ ജനത്തിന്റെ ഏത് വ്യവസ്ഥയായിരുന്നാലും അവിടെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ താല്പര്യം. Of course, the Church of Jesus Christ is not an exception. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയും ഒട്ടും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. Now let us focus on some of the purposes of the theocratic kingdom. ദൈവാധിപത്യത്തിന്റെ ചില ഉദ്ദേശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. Okay, so there are several purposes for a theocratic kingdom. ദൈവാധിപത്യമുള്ള ഒരു ഭരണവ്യവസ്ഥയ്ക്ക് അനേക ഉദ്ദേശങ്ങളുണ്ട്. And I have just noted few of them. ഞാൻ അവയിൽ ചിലത് മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. Number one, the nation, referring to the nation of Israel, might be a light to the world. ഒന്നാമതായിട്ട് രാഷ്ട്രം, അത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നതാണ്. ആ രാഷ്ട്രം എന്നുള്ളത് ലോകത്തിനൊരു വെളിച്ചമായിരിക്കണം. So that was the purpose for which God had raised a nation, and they were given the instruction by God how they should behave in the world, etc. അത് ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ദൈവം ആ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ സ്ഥാപിച്ചതും അവർ ഏത് നിലയിലാണ് ലോകത്തിന്റെ മുൻപാകെ ഇടപെടേണ്ടതെന്നും ദൈവം ആ നിലയിൽ ഉദ്ദേശിച്ചതും. So God knew that the whole world is in darkness. ദൈവത്തിന് അറിയാമായിരുന്നു മുഴു ലോകവും അന്ധകാരത്തിലായിരുന്നു. And they need the light that can be provided only by God's people. ദൈവജനത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന ഒരു വെളിച്ചം ആവശ്യമായിരുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. So a nation which is ruled by God can shine forth for God's glory in the world. ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും ആ നിലയിൽ ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിന്റെ മേൽ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. And secondly, the nation, the second purpose of the theocratic kingdom is that the nation might be a channel of God's revelation. രണ്ടാമതായിട്ട് ഒരു ദൈവിക ഭരണ വ്യവസ്ഥയുടെ ഉദ്ദേശം എന്നുള്ളത് അത് രാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ ജാതികൾക്ക് ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ഒരു പാതയായി തീരണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പാടുകൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വഴിയായി തീരേണ്ടതിന് വേണ്ടിയാണ്. One of the purposes of God choosing the nation of Israel to be his own is to communicate his revelation to the mankind.
ദൈവം ഇസ്രായേലിനെ തന്റെ ജനമായിട്ട് അല്ലെങ്കിൽ തന്റെ രാഷ്ട്രമായിട്ട് തിരഞ്ഞെടുത്തതിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് ദൈവത്തിന്റെ വെളിപ്പാടുകൾ മനുഷ്യ സമൂഹത്തിന് മുൻപിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. Beloved brothers and sisters, we know that we have received the Old Testament because of the Jewish community. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം നമുക്ക് പഴയ നിയമം ലഭിച്ചത് ആ യഹൂദ സമൂഹം മുഖാന്തരമായിരുന്നു. And God had communicated his message to us through them. അവരിൽ കൂടിയാണ് ദൈവം തന്റെ സന്ദേശം നമ്മോട് അറിയിച്ചത്. And during the millennial reign of our Lord Jesus Christ, we read that all the nations will flee to Jerusalem, and they will say, "Come, let us go up to the mountain of the Lord, to the house of the God of Jacob, that he may teach us his ways, and that we may walk in his paths." അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് സകല ജാതികളും അവർ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിട്ട് തീരും, വരുവീൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം, അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്നവർ പറയും. That's what we read in Micah chapter 4 verse 2 and Isaiah chapter 2 verse 3. നാം ആ നിലയിലാണ് മീഖ എഴുതിയ പ്രവചനം 4:2 യെശയ്യാവിന്റെ പ്രവചനം 2:3 നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Out of Zion shall go forth the law and the word of the Lord from Jerusalem. സിയോനിൽ നിന്നും യഹോവയുടെ പ്രമാണങ്ങളും ദൈവത്തിന്റെ വചനങ്ങൾ യെരുശലേമിൽ നിന്നും പുറപ്പെടും. In the Old Testament times, this was literally happened. The day is going to come during the millennial reign of Christ also. All the nations shall go to Jerusalem to listen to God's message from Jewish community. പഴയ നിയമ കാലഘട്ടത്തിൽ ഇത് അക്ഷരീകമായിട്ട് സംഭവിച്ചതാണെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഈ ഒരു യഹൂദ സമൂഹത്തിന്റെ അരികിലേക്ക് സകല ജാതികളും ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് കടന്നു ചെല്ലുവാനിടയായിട്ട് തീരും. And in the book of Revelation chapters 7 and 14 we come across 144,000 Jewish evangelists who will be proclaiming the good news of the kingdom to the people around. As a result, a great multitudes will turn to the living God. നാം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കർത്താവിന്റെ ആ മുദ്രയേൽക്കപ്പെട്ട 144,000 ഇസ്രായേൽ മക്കളുടെ ഒരു സംഖ്യ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ കടന്നു ചെന്നിട്ട് ആ രാജ്യത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. So the nation of Israel, which was a theocratic kingdom, was a channel of God's revelation, and it will be a channel of God's revelation even in future. ഇസ്രായേൽ രാജ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണ വ്യവസ്ഥയുടെ കീഴിലുണ്ടായിരുന്ന ഇസ്രായേൽ രാഷ്ട്രം എന്നുള്ളത് ദൈവത്തിന്റെ ഉപദേശങ്ങളും ദൈവത്തിന്റെ വചനങ്ങളും ലോകത്തിലേക്ക് അറിയിക്കുവാനുള്ള ഒരു പാതയായിരുന്നു. അത് കർത്താവിന്റെ 1000 ആണ്ടിലും ആ നിലയിൽ തന്നെ അല്ലെങ്കിൽ ഭാവിയിലും ആ നിലയിൽ തന്നെ ആയിരിക്കും. Now the third purpose, the nation might be a true model of righteousness and justice. ആ മൂന്നാമത്തെ ഉദ്ദേശം എന്നുള്ളത് ആ ദൈവത്തിന്റെ ആധിപത്യത്തിലുള്ള ആ രാഷ്ട്രം എന്നുള്ളത് നീതിയുടെയും ന്യായത്തിന്റെയും ഒരു യഥാർത്ഥമായ മാതൃകയായിരിക്കും. Micah chapter 4 verse 3 we read about it. മീഖായുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. He shall judge between many peoples and shall decide disputes for strong nations far away. അവിടെ നാം വായിക്കുന്ന അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. So this also is talking about the messianic reign. ഇവിടെയും ഒരു മശിഹായുടെ ഭരണ കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെയും സംസാരിക്കുന്നത്. A theocratic kingdom is a kingdom which is ruled by God. ഒരു ദൈവാധിപത്യത്തിലുള്ള ഒരു രാഷ്ട്രം എന്നുള്ളത്, ഒരു ഭരണകൂടം എന്നുള്ളത് ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമായിരിക്കും. We know that in this world there we do not find any righteousness and justice at all. നമുക്കറിയാം ഈ ലോകത്തിൽ നമുക്ക് ഒരിടത്തും നീതിയും ന്യായവും കാണുവാനായിട്ട് സാധിക്കുകയില്ല.
although the nations are designed by God the Almighty for executing righteousness and justice in the world, we hardly find them in the world. നീതിയും ന്യായവും പാലിക്കേണ്ടതിന് വേണ്ടി ദൈവമാണ് രാഷ്ട്രങ്ങളെ ആക്കി വച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് ആ നിലയിൽ ലോകത്തിൽ കാണുവാനായിട്ട് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. When the Son of Righteousness shall come and he will judge the whole world in righteousness. ആ നീതി സൂര്യൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ ഈ മുഴു ലോകത്തെയും നീതിയോടെ ന്യായം വിധിക്കും. And the third purpose, the fourth purpose, the Gentiles might know the true and the living God through them, through the nation of Israel, which is ruled by God. നാലാമത്തെ ഉദ്ദേശം എന്നുള്ളത് ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ കൂടി ജാതികൾ സത്യവും ജീവനുള്ളമായ ദൈവത്തെ കാണുവാൻ തക്കോണം അറിയുവാൻ തക്കോണം ഇടയായിട്ട് തീരും. It is also true as far as any institution which was established by God. ദൈവത്താൽ സ്ഥാപിതമായ ഏത് സ്ഥാപനം എടുത്തു നോക്കിയാലും ഇത് തന്നെ നമുക്ക് ഈ ഒരു ദേശം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. What is the purpose of the existence of an assembly in the world? ഈ ലോകത്തിൽ ഒരു സഭയുടെ അവരുടെ ആ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അവർ ആ നിലയിലായിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? So that the people in the world will be able to know the true and the living God through us, the redeemed ones. അതിന്റെ ഒരു കാരണം എന്നുള്ളത് വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മിൽ കൂടി ഈ ലോകത്തിലെ ജനങ്ങൾ സത്യവാനായ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. And the fifth purpose, so that the Gentiles might know what the true worship is. അഞ്ചാമത്തെ ഉദ്ദേശം എന്നുള്ളത് ജാതികൾ സത്യാരാധന എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. The Gentiles should know whom to worship and who should worship. ജാതികൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആരെയാണ് ആരാധിക്കേണ്ടത്, ആരാണ് ആരാധിക്കേണ്ടത്. As we read in John's Gospel chapter 4 verse 24, God is a spirit. He who worships him must worship him in spirit and in truth. നാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. So any other kind of worship is not a divine worship, not designed by God. മറ്റേത് നിലയിലുള്ള ആരാധനകളും ഒരിക്കലും ദൈവികമായ ആരാധനയല്ല, ദൈവത്താൽ പദ്ധതിയിട്ട അല്ലെങ്കിൽ ദൈവം ക്രമീകരിച്ച നിലയിലുള്ള ആരാധനകളല്ല. Then the sixth purpose of the theocratic kingdom is given here. The Savior of the world might be born in the chosen and redeemed race. ആറാമതായിട്ട് ദൈവിക ഭരണകൂടത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് ഈ ലോകരക്ഷകൻ അങ്ങനെ ആ നിലയില് ആ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം വീണ്ടെടുത്ത ആ ജനത്തിന്റെ മധ്യേ ജനിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. More than 700 years before Jesus was born, a prophecy was clearly written where Jesus would be born. ഏകദേശം കർത്താവ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപായിട്ട് കർത്താവ് എവിടെ ജനിക്കുമെന്നുള്ള പ്രവചനം നൽകപ്പെട്ടിരുന്നു. Micah chapter 5 verse 2 we read, "But you, O Bethlehem Ephrathah, who are too little to be among the clans of Judah, from you shall come forth for me one who is to be ruler in Israel, whose coming forth is from of old, from ancient days." നാം മീഖായുടെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്ന് ഉത്ഭവിച്ചു വരും, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. So why did God choose Israel as a nation? എന്തുകൊണ്ടാണ് ദൈവം ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്? And one of the purposes was so that Jesus could be born in this world in that same race. അതിന്റെ ഒരു കാരണം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ആ ഒരു സമൂഹത്തിൽ, ആ ഒരു ജാതിയിൽ താൻ ജനിക്കണം എന്നുള്ളത് കൊണ്ടായിരുന്നു. And the seventh and the last purpose which I have noted,
there may be peace and tranquility in the land. അവിടെ അതിന്റെ ഏഴാമത്തെ കാരണം എന്നുള്ളത് സമാധാനവും സ്വസ്ഥതയും ദേശത്തുണ്ടാകേണ്ടതിന് വേണ്ടിയായിരുന്നു. Beloved brothers and sisters, it is because of the presence of God's people in the world, still there is peace and tranquility in the world. പ്രിയ ദൈവജനമേ, ഈ ലോകത്തിൽ ദൈവത്തിന്റെ ജനം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ലോകത്തിൽ സമാധാനവും സ്വസ്ഥതയും ശേഷിക്കുവാനിടയായിട്ട് തീരുന്നത്. Once the Holy Spirit is removed in this world, the church is removed from this world, the world is going to enter into a dark period. ഈ ലോകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറുമ്പോൾ, സഭ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ, ഈ ലോകത്തിൽ വളരെയധികം കലുഷതയും വളരെയധികം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്, അസമാധാനം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. The presence of God's people make a big difference in the world. ദൈവജനത്തിന്റെ സാന്നിധ്യം ഈ ലോകത്തിൽ വലിയ വ്യത്യാസമാണ് ഉളവാക്കുന്നത്. About the millennial kingdom we read in Micah chapter 4 verse 4. നാം 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് മീഖയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. There only the believers will be present. അവിടെ വിശ്വാസികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. But they shall sit every man under his vine and under his fig tree, and no one shall make them afraid, for the mouth of the Lord of hosts has spoken. അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല, സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. What a beautiful place that would be, where only the believers will be there, the redeemed ones will be there. എത്രയോ മനോഹരമായ ഒരു സ്ഥലമായിരിക്കും അത്. അവിടെ വിശ്വാസികൾ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമുള്ള ഒരു പ്രദേശം. It is possible only when God is the king. അത് സാധ്യമാകുന്നത് ദൈവം രാജാവാകുമ്പോൾ മാത്രമാണ്. If God is not ruling, then that place will be a horrible place. ദൈവം ഭരിക്കുന്നില്ല എങ്കിൽ ആ പ്രദേശം അല്ലെങ്കിൽ ആ രാജ്യം വളരെയധികം ജീവിക്കുവാൻ പ്രയാസം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറും. Now the question comes, was kingship in Israel in the plan of God? അടുത്ത ചോദ്യം ഉയരുന്നത്, രാജാക്കന്മാരുടെ ആ ഒരു ഭരണം ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നുവോ? Of course, there are several verses in the Old Testament which says that the kingship was in the perfect plan of God. നാം പഴയ നിയമത്തിൽ അനേക ഇടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, രാജാക്കന്മാരുടെ ആ ഒരു ഭരണവ്യവസ്ഥ എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നു എന്നുള്ളത്. I need to go a little fast. Please notice these verses. Genesis chapter 49 verses 9 and 10. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. Verse 10 we read, the scepter shall not depart from Judah, nor the ruler's staff from between his feet, until tribute comes to him, and to him shall be the obedience of the peoples. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡം അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല, ജാതികളുടെ അനുസരണം അവനോടാകും. In some translations it is written, instead of tribute, Shiloh, which means one who brings peace. അവിടെ നമുക്ക് ചില പരിഭാഷകളിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സമാധാനം കൊണ്ടുവരുന്നവൻ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. So the scepter was given for the people of Judah. The king should be all kings should come out of Judah. അവിടെ ചെങ്കോൽ എന്നുള്ളത് യഹൂദയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. അത് മുഖാന്തരം സകല രാജാക്കന്മാരും യഹൂദയിൽ നിന്ന് ഉത്ഭവിച്ചു വരേണ്ടവരാണ്. And also Numbers chapter 24 verse 17. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. But Deuteronomy chapter 17 verses 14 to 20 is a very important passage. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വാക്യങ്ങളാണ്. Look at verse 14. When you come to the land that the Lord your God is giving you, and you possess it and dwell in it, and then say,
I will set a king over me like all the nations that are around me. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപ്പാർത്തു ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാൻ ഒരു രാജാവിനെ എന്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ എന്ന് നാം അവിടെ വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം. Okay, that is in verse 15. Please notice that expression again. You may indeed set a king over you whom the Lord your God will choose. അവിടെ 15-ാം വാക്യത്തിൽ ആ വാക്യം പ്രയോഗിച്ചിരിക്കുന്ന ശൈലി നാം ഒന്ന് നോക്കുക. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം. So choosing of a king is in the perfect plan and purpose of God. ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതത്തിലും ദൈവത്തിന്റെ പദ്ധതിയിലും ഉള്ള കാര്യമായിരുന്നു. But we must always remember that the king in Israel was only a regent. He was not a monarch. എന്നാൽ നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു ഇസ്രായേലിന്റെ രാജാവ് എന്നുള്ളത് ഒരിക്കലും ഒരു ഏകാധിപതിയായിരിക്കുവാനായിട്ട് പാടുള്ളതല്ല. കേവലം താൻ ഒരു രാജാവ്, ജനത്തെ ഭരിക്കുന്നവൻ മാത്രമായിരിക്കണം. And look at this passage closely, and you will see several truths concerning a king in Israel. നാം ഈ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ രാജാവിനെ സംബന്ധിച്ചുള്ള അനേക യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Number one whom God chooses. ഒന്നാമതായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നവൻ. Secondly, he should be an Israelite. രണ്ടാമതായിട്ട് താൻ ഒരു ഇസ്രായേലിയനായിരിക്കണം. Thirdly, he should not let people return to Egypt. മൂന്നാമതായിട്ട് ആ രാജാവ് ജനത്തെ ഒരിക്കലും മിസ്രൈമിലേക്ക് മടക്കി കൊണ്ടുപോകുന്നവനായിരിക്കരുത്. It was not God's will that the people of God should be in a bondage. ദൈവത്തിന്റെ ഹിതത്തിൻ പ്രകാരമുള്ള കാര്യമായിരുന്നില്ല ഒരിക്കലും ഇസ്രായേൽ മക്കൾ അടിമത്തത്തിന് കീഴിലായി പോകുക എന്നുള്ളത്. Another important instruction is given to the kings of Israel in verses in chapter 10 verses 28 onward. ഒന്ന് രാജാക്കന്മാർ 10:28 മുതലുള്ള ഭാഗത്ത് ഇസ്രായേൽ രാജാക്കന്മാർ പാലിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Even in Deuteronomy, the same chapter, we find all these points again. ആവർത്തന പുസ്തകത്തിലും അതേ അധ്യായത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. The king in Israel should not imitate the royal courts of other nations. ഒരിക്കലും ഇസ്രായേൽ രാജ്യത്തെ രാജാവ് മറ്റ് ജാതികളുടെ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ രാജഗ്രഹങ്ങളെ അനുകരിക്കുവാനായിട്ട് പാടുള്ളതല്ല. What the Gentile kings would do? ജാതീയ രാജാക്കന്മാർ എന്താണ് ചെയ്യുന്നത്? They would multiply horses for themselves. അവർ തങ്ങൾക്ക് തന്നെ കുതിരകളെ ധാരാളമായിട്ട് സമ്പാദിക്കും. They will multiply wives for themselves. തങ്ങൾക്ക് സ്വന്തമായി ഭാര്യമാരെ ധാരാളം സമ്പാദിക്കും. They will increase silver and gold for themselves. തങ്ങൾക്ക് വേണ്ടി അവർ വെള്ളിയും പൊന്നും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുവാനിടയായിട്ട് തീരും. But a Jewish king was strictly warned that they should not be like those kings who are outside the faith. എന്നാൽ ഒരു യഹൂദ രാജാവിന് ദൈവം വളരെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പും വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശവും കൊടുത്തിരുന്നു. തങ്ങളുടെ വിശ്വാസത്തിന് പുറത്തുള്ളവരുമായിട്ട് ആ നിലയിൽ ഒരു ബന്ധവും പാടില്ല എന്നുള്ളത്. So they should not behave like the heathen kings. ജാതീയ രാജാക്കന്മാരെ പോലെ ഒരിക്കലും അവർ പെരുമാറുവാൻ പാടുള്ളതല്ല. So then the fifth instruction is given. അഞ്ചാമത്തെ നിർദ്ദേശം, he should write for himself a copy of Mosaic law in the presence of the Levites, and also they should preserve it and read it. ഈ രാജാക്കന്മാർ തങ്ങൾക്ക് വേണ്ടി മോശയുടെ ന്യായപ്രമാണ പുസ്തകം ലേവിയരുടെ സാന്നിധ്യത്തിൽ എഴുതുകയും അതിനെ സൂക്ഷിച്ച് അവർ അതിനെ വായിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. A king is not an ordinary person, and he is ruling on behalf of God. As I said earlier, he is only a regent. He was not a monarch.
അവിടെ നാം വായിക്കേണ്ടത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം താൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനത്തായിരിക്കുന്നു. അദ്ദേഹം ആ ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിനു വേണ്ടി ഭരിക്കുകയാണ്. ഒരിക്കലും താൻ ഒരു ഏകാധിപതിയല്ല, മറിച്ച് ദൈവത്തിനു വേണ്ടി ഒരു കാര്യദർശി മാത്രമാണ് താൻ. Whatever the monarch God would instruct, a region has to obey and execute the laws and regulations of that monarch. ആ സർവാധിപതിയായ ദൈവം എന്തു കൽപ്പിക്കുന്നു, കാര്യദർശിയായ ഈ രാജാവ് അതിനെ കേട്ട് അതിനെ അനുസരിക്കുകയും അതുപോലെ ചെയ്യുകയാണ് വേണ്ടത്. So where do these kings would find their direction? അതുകൊണ്ട് ഈ രാജാക്കന്മാരൊക്കെയും തങ്ങൾ എവിടെ നിന്നാണ് തങ്ങൾ മുൻപോട്ട് പോകേണ്ട പാത അവർക്ക് ലഭിക്കുന്നത്? They will get from the Mosaic law. അവർക്ക് അത് ലഭിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നായിരിക്കും. Therefore every king should have Mosaic law with them. അത് മുഖാന്തരം എല്ലാ രാജാക്കന്മാരും തങ്ങളുടെ പക്കൽ മോശയുടെ ന്യായപ്രമാണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. And it was the duty of a king to preserve the law of Moses and read it carefully. അതുകൊണ്ട് ഒരു രാജാവിന്റെ ഉത്തരവാദിത്വമായിരുന്നു മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങളെ തങ്ങളുടെ പക്കൽ സൂക്ഷിച്ച് അതിനെ വായിക്കുക എന്നുള്ളത്. Now what is the purpose of keeping and reading God's law? ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ വായിക്കുകയും അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കുകയും ചെയ്തതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? 4 purposes are given in this passage. ഈ ഭാഗത്ത് 4 ഉദ്ദേശങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. Number 1, to fear the Lord as his God. തന്റെ ദൈവത്തെ, തന്റെ കർത്താവിനെ തന്റെ ദൈവമായിട്ട് ഭയപ്പെടുന്നതിനു വേണ്ടി. And secondly, to observe all the words of the law and the statutes carefully. ആ ന്യായപ്രമാണത്തിലെ എല്ലാ വാക്കുകളും എല്ലാ ചട്ടങ്ങളും സൂക്ഷ്മതയോടെ പാലിച്ചു പോകേണ്ടതിന്. Thirdly, his heart may not be lifted up above his countrymen. തന്റെ സ്വന്തം ജനത്തിന്റെ മധ്യേ തന്റെ ഹൃദയം ഒരിക്കലും ഉയർന്നു പോകാതിരിക്കേണ്ട, അഹങ്കരിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി. We must always remember that the kings and the rulers are ordinary people. They are there to serve God's people. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, രാജാക്കന്മാർ എന്നുള്ളത് സാധാരണക്കാർ മാത്രമാണ്. അവർ അവിടെ ആയിരിക്കുന്നത് ആ ജനത്തെ സേവിക്കേണ്ടതിന് വേണ്ടിയാണ്. I like the word minister is used for our ministers. നമ്മുടെ മന്ത്രിമാർക്ക് ആ മിനിസ്റ്റർ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവൻ എന്നുള്ള ആ ഒരു പദം, മന്ത്രി എന്നുള്ള പദം എനിക്കറിയാം, എനിക്ക് നന്നായി ഇഷ്ടമാണ്. Minister means the one who serves. മിനിസ്റ്റർ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സേവിക്കുന്ന ഒരുവൻ. And prime minister means the one who serves the most, and he is in charge, and he should be serving the people at the most. പ്രധാനമന്ത്രി എന്നുള്ളത് ആ നിലയിൽ ഏറ്റവും അധികമായിട്ട് ജനത്തെ സേവിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം ഒരു രാജ്യത്ത്. So it is basically not a position, rather it is a service. അതൊരിക്കലും ഒരു സ്ഥാനമല്ല, മറിച്ച് അതൊരു സേവനമാണ്. A king should not be lifted up above his countrymen. തന്റെ ജനത്തിന്റെ മധ്യേ ഒരു രാജാവ് തന്നെ ഉയർത്തരുത്. This is a kind of theocratic kingdom. ഇതാണ് ഒരു ദൈവിക ഭരണ വ്യവസ്ഥയിലുള്ള ഒരു തലം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Number 4, he may not turn aside from the commandment. നാലാമതായിട്ട് അവൻ ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്നും വഴിവിട്ടു മാറുവാനിടയായിട്ട് തീരരുത്. When a king follows all these instructions from the Lord, there is a promise given here in verse 20. ഒരു രാജാവ് ദൈവം കൊടുത്തിരിക്കുന്ന ഈ കൽപ്പനകളെല്ലാം പാലിക്കുമ്പോൾ തനിക്ക് ദൈവം ഒരു വാഗ്ദാനമാണ് 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. What is the promise? എന്താണ് ആ വാഗ്ദാനം എന്നുള്ളത്? He and his descendants will be on the throne forever. അവനും അവന്റെ സന്തതി പരമ്പരകളും ആ സിംഹാസനത്തിൽ എന്നേക്കും വാഴും. So we have elaborately discussed about the purpose and the design of a theocratic kingdom. നാം ഒരു ദൈവിക ഭരണ വ്യവസ്ഥയുടെ ഉദ്ദേശത്തെക്കുറിച്ച്, അതിന്റെ പദ്ധതികളെ കുറിച്ച് നാം വളരെ വിശദമായിട്ട് ചിന്തിക്കുകയുണ്ടായി. Now the question comes, why then the nation of Israel was divided?
പിന്നീട് എന്നാൽ അങ്ങനെയെങ്കിൽ ആ ചോദ്യം ഉയർന്നു വരുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം വിഭജിച്ചു പോയത്? The simple reason is that they disobeyed God. ഏറ്റവും ലളിതമായ കാരണം എന്നുള്ളത്, അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. So they were not functioning as a regent, ruling or managing the affairs of God on behalf of God in fulfilling his plan and purposes for the nation. ദൈവത്തിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുവാനായിട്ട്, ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ആ നിലയിൽ ആ രാജാക്കന്മാർ കാര്യദർശികളെ പോലെ ആയിരുന്നില്ല അവർ പെരുമാറിയിരുന്നത്. When we come to 1 Samuel chapter 8 verses 4 to 8, നാം 1 ശമൂവേൽ 8-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ we read that the elders of Israel came and asked Samuel that they should have a king. അവിടെ നാം കാണുന്നത് ഇസ്രായേൽ മൂപ്പന്മാർ കടന്നു വന്ന് ശമൂവേലിനോട് ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. There are basically 3 reasons given by them. അവർ കൊടുക്കുന്ന 3 കാരണങ്ങളുണ്ട്. Number 1, your sons are corrupt. ഒന്നാമതായിട്ട്, നിന്റെ പുത്രന്മാർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. And secondly, they had the desire to conform to the pattern of others. Like other nations, we also need a king. രണ്ടാമതായിട്ട്, അവർക്കും മറ്റ് ജാതികളെ പോലെ ആയി തീരുവാനുള്ള താല്പര്യം അവിടെ നാം കാണുന്നത്, ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. Thirdly, the need for a military commander. We need someone to go ahead of us to fight a war. മൂന്നാമതായിട്ട്, ഞങ്ങൾക്കൊരു സേനാധിപതിയെ ആവശ്യമാണ്. ഞങ്ങൾക്ക് മുൻപായിട്ട് ഒരു യുദ്ധം ചെയ്യുവാൻ, മുൻപിൽ പോകുവാൻ ഒരു സേനാപതിയെ ഞങ്ങൾക്ക് ആവശ്യമാണ്. But why was God displeased when the people asked for a king? എന്തുകൊണ്ടാണ് ദൈവം ഈ ജനങ്ങൾ ഈ നിലയിൽ ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ ദൈവത്തിന് അത് അനിഷ്ടമായി തീർന്നത്? Their error was twofold. Number 1, the attitude was not right. അതിന്റെ 2 കാരണങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് എന്നുള്ളത്, ഒന്നാമത് അവരുടെ മനോഭാവം നേരായ നിലയിലായിരുന്നില്ല. They wanted to have a king just like other nations have. മറ്റ് ജാതികൾക്കുള്ളതുപോലെ, മറ്റ് രാജ്യങ്ങൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ആയിരുന്നു അവർക്ക് ആവശ്യം. God was greatly displeased with their attitude of being conformed to the ways of unbelievers. അവിശ്വാസികളുടെ വഴികളോട് താതാത്മ്യം പ്രാപിക്കുവാനുള്ള അവരുടെ ആ താല്പര്യത്തോട് ദൈവത്തിന് വളരെയധികം ഇഷ്ടക്കേട് തോന്നുവാനിടയായി. And second reason why God was displeased, their failure to recognize God as their true king. രണ്ടാമതായിട്ട്, ദൈവത്തിന് അവരോട് അനിഷ്ടം തോന്നുവാനുള്ള കാരണം, ദൈവത്തെ അവരുടെ യഥാർത്ഥ രാജാവായിട്ട് അവർ അംഗീകരിക്കുവാനുള്ള അവരുടെ പരാജയമായിരുന്നു. Okay, so because of their request, now God by compulsion was giving a king for them. എന്നാൽ അവരുടെ ആ ഒരു അപേക്ഷ കാരണമായിട്ട് ദൈവം അവർക്കൊരു രാജാവിനെ കൊടുക്കുവാനായിട്ട് നിർബന്ധിതനായി തീരുകയായിരുന്നു. We have seen that already it was God's design that they should have a king according to his choice. നാം മുൻപേ കണ്ടു, അവർക്കൊരു രാജാവിനെ വേണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിലായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ തീരുമാനപ്രകാരം ആയിരിക്കണം എന്നുള്ളതായിരുന്നു ദൈവഹിതം. They wanted to have their king according to their sweet wish. എന്നാൽ ഇവർക്ക് അവരുടെ രാജാവിനെ ആവശ്യമുള്ളത് അവരുടെ ആഗ്രഹപ്രകാരമായിരുന്നു. So we come across the 12 tribes together as a united kingdom, which was ruled by Saul, David and Solomon consecutively. അതിനുശേഷം നാം കാണുന്നത് ഈ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് ഒരു ഭരണകൂടമായിട്ട് ശൗലിന്റെയും ദാവീദിന്റെയും ശലോമോന്റെയും കീഴിൽ ഭരിക്കപ്പെടുന്നത് പിന്നീട് നാം കാണുന്നുണ്ട്. Thereafter came the division of the kingdom. എന്നാൽ അതിനുശേഷമാണ് ആ സാമ്രാജ്യം വിഭജിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. It was during the time of Rehoboam, the son of Solomon, the kingdom was divided. ശലോമോന്റെ മകനായ രഹബയാമിന്റെ കാലത്താണ് ഈ രാഷ്ട്രം വിഭജിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്.
and it happened in 931 BC. 931 BC-യിലാണ് ഇത് സംഭവിച്ചത്. And first is the northern kingdom, which had 10 tribes. The capital was Samaria. ഒന്നാമത് ശമരിയ തലസ്ഥാനമായിട്ടുള്ള 10 ഗോത്രങ്ങൾ അടങ്ങിയ വടക്കൻ സാമ്രാജ്യവും. It was generally known as Israel. Sometimes it was also called Ephraim because after the largest tribe among them. അതിനെ സാധാരണയായിട്ട് ഇസ്രായേൽ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ചിലയിടത്ത് നമുക്ക് അതിനെ എഫ്രൈം എന്ന് കാണുവാൻ സാധിക്കും. കാരണം ആ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ഗോത്രം എന്നുള്ളത് എഫ്രൈം ഗോത്രമായിരുന്നു. The first king was Jeroboam. ആദ്യത്തെ രാജാവ് യെരോബാം ആയിരുന്നു. Altogether there were 20 kings who ruled, but none of them was a good king. 20 രാജാക്കന്മാർ ഇസ്രായേൽ രാഷ്ട്രം ഭരിക്കുകയുണ്ടായി, എന്നാൽ ആരും തന്നെ നല്ലവരായിരുന്നില്ല. And finally they had gone to the Assyrian captivity in 722 BC. എന്നാൽ 722 BC-യിൽ അവർ അശൂരിന്റെ പിടിയിൽ അകപ്പെട്ട് ആ നിലയിൽ പ്രവാസികളായിട്ട് പോകേണ്ടതായി വന്നു. What a tragedy for God's people. ദൈവജനത്തിന് സംഭവിച്ച എത്രയോ വലിയ ദുരന്തമാണത്. And when they were not following the Lord, they were carried away by the foreigners. അവർ ദൈവത്തെ അനുഗമിക്കാതെ ഇരുന്നപ്പോൾ, ദൈവത്തെ പിൻപറ്റാതെ ഇരുന്നപ്പോൾ അവർ ജാതികളുടെ വിജാതീയർ അവരെ നയിച്ചു കൊണ്ടുപോകുവാനിടയായിട്ട് തീർന്നു. And how about the other 2 tribes, which was known as Southern Kingdom? തെക്കൻ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടിരുന്ന മറ്റ് 2 ഗോത്രങ്ങളുടെ അവസ്ഥ എന്തായി? There were only 2 tribes, namely Judah and Benjamin, in the Southern Kingdom. ആ തെക്കൻ സാമ്രാജ്യത്തിൽ യഹൂദയും ബെന്യാമിൻ ഗോത്രവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The capital was Jerusalem. അതിന്റെ തലസ്ഥാനം യെരുശലേമായിരുന്നു. The first king was Rehoboam. ഒന്നാമത്തെ രാജാവ് രഹബയാം ആയിരുന്നു. 7 out of 20 kings were somewhat good. 20 രാജാക്കന്മാരിൽ 7 രാജാക്കന്മാർ ഒരുവിധം നല്ല വ്യക്തികളായിരുന്നു. And in 605 BC, and they were taken into Babylonian captivity for the first time. 605 BC-യിൽ അവർ ബാബേൽ പ്രവാസത്തിലേക്ക് ബാബിലോണിന് അടിമകളായിട്ട് പോകേണ്ടതായിട്ട് വന്നു. Again in 597 and 586 also they were taken into captivity. 597-ലും 586 BC-യിലും അവർ പിന്നെയും പ്രവാസത്തിൽ പോകേണ്ടതായിട്ട് വന്നു. God willing, we will be able to see the remaining the next class. ബാക്കിയുള്ള ഭാഗങ്ങൾ ദൈവഹിതമായാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. The lesson that we have learned this evening is very clear. നാം ഇന്ന് വൈകുന്നേരം പഠിച്ച പാഠം എന്നുള്ളത് വളരെ വ്യക്തമാണ്. God is a ruler. ദൈവം ഭരണാധികാരിയാണ്, ഭരണാധിപനാണ്. Whether it refers to your own life or my own life or my family life or my assembly life or my society, we must remember that God is the king. ഒരുപക്ഷെ എന്റെ ജീവിതമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതമായിക്കൊള്ളട്ടെ, എന്റെ കുടുംബ ജീവിതമാകട്ടെ, എന്റെ സഭാ ജീവിതമാകട്ടെ, എന്റെ സാമൂഹിക ജീവിതമാകട്ടെ, നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ദൈവമാണ് അവിടെയൊക്കെയും എന്റെ രാജാവ്. If we drift away from the principles and the stipulations which he has given us in the pages of the scriptures, remember that our life will be horrible, in a horrible state, and we will be in captivity. ദൈവം തന്റെ തിരുവഴുത്തിൽ കൂടി നമുക്ക് നൽകിയിട്ടുള്ള ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് നാം മാറിപ്പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ വളരെയധികം ദുരന്തപൂർണമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. പ്രവാസത്തിന് തുല്യമായ, അടിമത്വത്തിന് തുല്യമായ ഒരു നിലയിലേക്ക് നാം എല്ലാവരും മാറ്റപ്പെടും. So let us therefore be watchful that we follow the scriptures wholeheartedly, never to turn to left or to right, but let us stick on to the scriptures. അത് മുഖാന്തരം നാം ഈ തിരുവഴുത്തുകളിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഈ തിരുവഴുത്തുകളെ പിൻപറ്റി പൂർണ്ണ ഹൃദയത്തോടുകൂടി അതിനെ പിൻചൊല്ലുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. May God continue to bless us with the study of the division of the kingdom that had happened in the history.
so that we can absorb so many truths from it. നാം ഈ രണ്ട് സാമ്രാജ്യങ്ങളുടെ ഈ വിഭാഗീയത എന്നുള്ള വിഷയത്തെ പഠിക്കുമ്പോൾ അതിൽ നിന്നും ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അത് നമുക്ക് ഒരു ബുദ്ധിയുപദേശമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി. And God bless us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യാണ്. ഇന്ന് രാത്രി വളരെ ഗഹനമായ ഒരു സ്റ്റഡി, ഒരു വിഷയത്തിലേക്ക് നാം കടക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു.